സിംഗിൾ പെഡൽ, അതായത് ജസ്റ്റ് നമുക്ക് ആക്സലറേറ്റർ മാത്രം യൂസ് ചെയ്ത് ഈ വാഹനം ഓടിക്കുന്ന അത് നമുക്ക് ഒരുപാട് ലോസസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങളിപ്പം ഇതുപോലെ നല്ല സ്പീഡിൽ അല്ലെങ്കിൽ നല്ലൊരു ഹൈവേസിലാണ് പോകുന്നത്, ഐ പെഡൽ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ക്രെറ്റ EV വാഹനത്തിലുള്ളൊരു ഫങ്ഷനാണ് ഐ പെഡൽ. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൽ ഇപ്പം ഐ പെഡൽ എന്ന് എഴുതിയിരിക്കുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ ലെവൽ 3 റീജനറേഷൻ കഴിഞ്ഞ് ഒന്നുകൂടെ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതാണ് ഐ പെഡൽ. എന്താണ് ഐ പെഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പെഡൽ, അതായത് ജസ്റ്റ് നമുക്ക് ആക്സലറേറ്റർ മാത്രം യൂസ് ചെയ്ത് ഈ വാഹനം ഓടിക്കുന്ന രീതിയാണ്. അതായത് നമ്മളിപ്പം സാധാരണ രീതിക്ക് ഈ വാഹനം ഓടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആക്സലറേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വാഹനം നല്ല ബ്രേക്കിങ്ങിലോട്ട് പോവുകയാണ്. അതായത് 1 പെഡൽ കൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനത്തിനെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് ഐ പെഡൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓടിക്കുകയാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ സിറ്റി ഡ്രൈവ്സിലൊക്കെ നമുക്ക് കുറേ കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ ഇത് ഒരു കാരണവശാലും നിങ്ങൾ ഇതുപോലൊരു ഹൈവേ കൂടെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്ന രീതിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഐ പെഡലോ അല്ലെങ്കിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഒരു 2ൻ്റെ മേളിൽ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം അത് നമുക്ക് ഒരുപാട് ലോസസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങളിപ്പം ഇതുപോലെ നല്ല സ്പീഡിൽ അല്ലെങ്കിൽ നല്ലൊരു ഹൈവേസിലാണ് പോകുന്നതെങ്കിൽ റീജനറേഷൻ ലെവൽ ഓഫ് ചെയ്തിടുന്നതും നല്ലതായിരിക്കും. കാരണം നമുക്ക് അവിടെ റീജനറേഷൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇപ്പം നല്ലൊരു റോഡിൽ കൂടെ പോവുകയാണ്, നമുക്കിതിപ്പം ശരിക്കും 0 ആക്കിയിട്ട് കഴിഞ്ഞാൽ ആക്സലറേറ്ററിൽ നിന്ന് കാലെടുത്താൽ പോലും വാഹനം അത്യാവശ്യം ആ ഒരു സ്മൂത്ത് റണ്ണിങ്ങിൽ പൊക്കോണ്ടിരുന്നോളും, വേറെ പ്രോബ്ലംസ് വരത്തില്ല. റീജനറേഷൻ നടക്കുന്നില്ലെങ്കിൽ പോലും നമുക്കവിടെ ബാറ്ററിയിൽ നിന്ന് അത്ര ഒരു കൺസപ്ഷനും വരുന്നില്ല. അതൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളിവിടെ ഈ ഒരു സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആക്സലറേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വാഹനം സ്ലോ ഡൗൺ ആകാൻ നോക്കും. പിന്നെയും ആ ഒരു സ്പീഡ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് എനർജി കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു EV വാഹനം ഓടിക്കുന്ന സമയത്ത് റീജനറേഷൻ വളരെ കൃത്യമായിട്ട് നോക്കുക. സിറ്റീസിൽ ഓടിക്കുന്ന സമയത്ത് റീജനറേഷൻ മാക്സിമം, ഹൈവേസിൽ ഓടിക്കുന്ന സമയത്ത് റീജനറേഷൻ ഓഫ് ചെയ്തിട്ടും ചെയ്യുന്നത് ഏറ്റവും നല്ലതെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. പിന്നെ അപ് ടു യു, നിങ്ങൾ എങ്ങനെയാണ് ഓടിക്കുന്നതെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക.